വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ രോഹിത് എന്ത് പറഞ്ഞിട്ട് ശ്യാമ എങ്ങോട്ട് കൂട്ടാക്കുന്നില്ല. അന്നേരം അവസാനം രോഹിത് പറയുന്നുണ്ട്, പപ്പി എൻ്റെയും നിൻ്റെയും മകളാണ് എന്നുള്ളത് കൊണ്ടാണ് നിനക്ക് ഇങ്ങനെ ഒരു സ്ഥാനം സത്യാമ്മ ഇവിടെ തന്നിരിക്കുന്നത്. ഇപ്പോൾ വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും മകളാണ് എന്നറിഞ്ഞാൽ പിന്നെ നീ ആ നിമിഷം ഇവിടെ നിന്ന് പുറത്താണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം എന്തൊക്കെ സംഭവിച്ചാലും അവൾ എന്നെ ഭരിക്കണ്ട, സത്യാമ്മ വേണമെങ്കിൽ വീട് ഭരിച്ചോട്ടെ, എന്നെ ആക്ഷേപിച്ചോട്ടെ, എന്ത് പറഞ്ഞാലും ഞാൻ കേട്ടോളാം, പക്ഷേ പിന്നെ അവൾ എന്നെ ഭരിക്കണ്ട എന്ന് പറയുകയാണ്. അന്നേരം ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നവളല്ലേ, ഒരുമയോടെ കഴിയേണ്ടവരല്ലേ, ഇങ്ങനെ ഒലയ്ക്ക് കടിക്കാൻ നിൽക്കുന്നോ, നിൻ്റെ ചേച്ചിയല്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഒരു കുഞ്ഞേച്ചി എനിക്കുണ്ടായിരുന്നു, അതൊക്കെ പണ്ട്, പക്ഷേ ഇപ്പോൾ എനിക്കില്ല, എൻ്റെ മനസ്സിലുള്ള കുഞ്ഞേച്ചി മരിച്ചു, ഇപ്പോൾ എന്നെ ആരും ഭരിക്കാൻ നിൽക്കണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. സത്യം ഞാൻ വെളിപ്പെടുത്തും എന്നൊക്കെ ശ്യാമ പറയുമ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, സത്യം എടുത്ത് വെച്ചവരെ താഴേലേക്ക് ഇടാനും സത്യാമ്മയ്ക്ക് അറിയാമെന്ന് ശ്യാമ പറയുന്നുണ്ട്. അന്നേരം രോഹിത് പറയുന്നുണ്ട്, ഇപ്പോൾ പപ്പി വിഷ്ണുവിൻ്റെ ശാലിനിയുടെ മകളാണ് എന്നറിഞ്ഞാൽ ആ നിമിഷം നീയാണ് പുറത്താവുന്നത്. എനിക്ക് ഈ വീട്ടിൽ അവകാശമൊന്നുമില്ല, ഞാനും നീയൊക്കെ പുറത്ത് വന്നവരാണ്, നമ്മുടെ കുഴി നമ്മളായിട്ട് തോണ്ടരുത്, എങ്ങനെയെങ്കിലും നിൽക്കാൻ നോക്ക്, അല്ലാതെ അവരെ അങ്ങ് സ്വീകരിക്കുകയും ചെയ്യും, നമ്മളെ പുറത്താക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അന്നേരം ശ്യാമ ഒരു തരത്തിലും അങ്ങ് ശാലിനെ ആക്ഷേപിച്ചങ്ങ് സംസാരിക്കുന്നുണ്ട്. രോഹിത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയിട്ട് ശ്യാമ അത് അംഗീകരിക്കാനൊന്നും കൂട്ടാകുന്നില്ല, എന്തോ ഒരു മാനസിക വിഭ്രാന്തി പോലെ അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും അവളെ ഈ വീട്ടിൽ ഞാൻ വാഴിക്കില്ല എന്നിങ്ങനെ ശ്യാമ പറഞ്ഞു നിൽക്കുകയാണ്. എന്നെ പുറത്താക്കാൻ തന്നെയാണ് ഇവിടെ എല്ലാവരും നോക്കുന്നത്, പക്ഷേ രോഹിത്ത് ഇപ്പോൾ അവരുടെ കൂട്ടത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി, എന്ത് സംഭവിച്ചാലും ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമ എങ്ങോട്ട് വേണമെങ്കിൽ പോയി പപ്പിയുടെ അടുത്തേക്ക് ചെന്ന് അവിടെ സെറ്റിലേക്ക് ഇരിക്കുകയാണ്. അന്നേരം പപ്പി ഇങ്ങനെ വിഷമത്തോടെ നോക്കുമ്പോൾ എന്താണ് നോക്കുന്നത്, നിനക്ക് ഇനി സത്യയുടെ അടുത്ത് പോകണമെന്ന് ചോദിക്കുകയാണ്. രോഹിത്ത് അവിടെ ആ റൂമിൽ കട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അന്നേരം കുട്ടി കരഞ്ഞുകൊണ്ട് അച്ഛാന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഓടി രോഹിത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അന്നേരം മോള് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവൾ ഒരിക്കലും നന്നാവില്ല എന്ന് പറയുകയാണ് ശ്യാമയെക്കുറിച്ച്. മോള് വിഷമിക്കേണ്ട, അമ്മ പറയുന്നൊന്നും കേൾക്കണ്ട, മോൾ ഉറങ്ങിക്കോന്നും പറഞ്ഞ് കുട്ടി ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് രോഹിത് ചെയ്യുന്നത്. അന്നേരം ശ്യാമ അവിടെ ആകെ ദേഷ്യത്തിലിരിക്കുകയാണ്. ഈ സമയത്ത് വിഷ്ണുവും ശാലിനിയും അവിടെ ബാൽക്കണിയിൽ ആ പപ്പിയെ ശ്യാമ ഒന്ന് അങ്ങനെ വിളിച്ചുകൊണ്ട് പോയതൊക്കെ ആലോചിച്ചിങ്ങനെ വിഷമിച്ച് ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് പിറ്റേന്ന് രാവിലെ ആണെങ്കിൽ കുടുംബശ്രീ ഹോട്ടലാണ് കാണിക്കുന്നത്. അവിടെ കുറച്ചൊരു ഭക്ഷണം കഴിക്കാനൊക്കെ വന്നിരിപ്പുണ്ട്. ശാരദാമ്മയും ശാരിയേ ഉള്ളൂ. ഓരോരുത്തർ ചോദിക്കുകയാണ്. അന്നേരം ശാരിയെ വിളമ്പി കൊടുക്കുന്നുണ്ട്. അന്നേരം ചായ കിട്ടിയില്ല ശാരദാമ്മയെന്നൊക്കെ ഓരോരുത്തർ ചോദിക്കുകയാണ്. അന്നേരം അതാ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് ഓരോരുത്തർക്കായിട്ട് കൊടുക്കുന്നുണ്ട്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, ആ ശാന്ത 2 ദിവസം എന്ന് പറഞ്ഞ് പോയതാണ്, ഇതുവരെ കണ്ടില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം ശാരിക പറയുകയാണ്, ഹോസ്പിറ്റലിൽ ആരോ കിടക്കുന്നു, കൂട്ട് നിൽക്കാമെന്നൊക്കെ പറയുന്ന കേട്ടു, അന്നേരം കൂട്ടൊക്കെ ഇരുന്നിട്ട് വരട്ടെ, 2 ദിവസം കൂടി ഞാൻ നോക്കൂ, ഇല്ലെങ്കിൽ വേറെ ആളിനെ വയ്ക്കും എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ട് പ്രാളത്തിൽ ജോലിയൊക്കെ ചെയ്യുകയാണ്. ഈ സമയത്ത് വിഷ്ണു എത്തുന്നുണ്ട്. വിഷ്ണു വണ്ടിയിൽ നിന്ന് അവിടെ മുറ്റത്ത് നിർത്തി ഇറങ്ങുമ്പോൾ ശരതം ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ വിഷ്ണു നേരെ ഹോട്ടലിലേക്ക് തന്നെ കയറി ചെല്ലുന്നുണ്ട്. ശങ്കരേട്ടൻ പറയുന്നുണ്ട്, വിഷ്ണു കുഞ്ഞ് വരുന്നുണ്ടല്ലോ എന്നൊക്കെ. അന്നേരം കുറച്ച് സാമ്പാർ ഒഴിച്ചെന്ന് ഒരാൾ പറയുമ്പോൾ ശാരിയെ ഒഴിക്കാൻ പോകുമ്പോൾ വിഷ്ണു പെട്ടെന്ന് വാങ്ങുകയാണ്. ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണു വാങ്ങി ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് വേറെയൊക്കെ വിളമ്പുകയാണ്. എന്നിട്ട് ശാരദാമ്മ ആകെ വെപ്രാളമൊക്കെയാണ്. ശാരദാമ്മ മോനെ അതൊന്നും ചെയ്യണ്ട, എങ്കിൽ തന്നേന്ന് പറഞ്ഞിട്ട് ശാരിയുടെ കയ്യിൽ തന്നെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നേ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ വിളിച്ചുകൊണ്ട് മുറ്റത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ശാരിക ശ്രദ്ധിച്ച് പുറകെ നിൽക്കുകയാണ്. എന്നിട്ട് ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, മോനെ എന്താണ് സംഭവിച്ചത്, രാത്രി അവിടെ എന്താ, ഇതേപോലൊരു ജീപ്പിൽ ആരോ വന്ന് ബോഡി മാറ്റി എന്നൊക്കെ പറയുന്നല്ലോ, അത് മോനാണോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് വിഷ്ണു ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, ഞങ്ങളവിടെ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്, പക്ഷെ ബോഡിയൊന്നും ഇവിടെ കണ്ടില്ല, അതിന് മുന്നേ ആരും എടുത്ത് മാറ്റിയിരിക്കുന്നു എന്ന് പറയുകയാണ്. അന്നേരം അത് ആരായിരിക്കും എന്നിങ്ങനെ ശാരദാമ്മ അഭിപ്രായപ്പെടുകയാണ്. അന്നേരം തൊട്ട് കുറച്ച് പുറകിലോട്ട് നിന്ന് ശാരിയെ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷേ കേൾക്കുന്നുണ്ടോയെന്ന് അത് കാണിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നേ ഉള്ളൂ. അന്നേരം ആരായാലും നമ്മളെപ്പോലെ എല്ലാ സത്യവും അറിയാവുന്ന ഒരാൾ തന്നെയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ആരായിരിക്കും, എന്നാലും ഇനിയിപ്പോൾ വേലായുധനെ പോലെ അയാളും ഇനി കാശും ചോദിച്ചുകൊണ്ട് വരുമോ, അത് താങ്ങാനുള്ള കരുത്ത് ഞങ്ങൾക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശാരദാമ്മ. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, എന്തായാലും അങ്ങനെ ഒരാളുണ്ട്, നമ്മോടൊപ്പം എല്ലാ രഹസ്യവും അറിയാവുന്ന ഒരാൾ എന്നിങ്ങനെ വിഷ്ണു പറഞ്ഞു നിൽക്കുകയാണ്. അന്നേരമാണ് ഈ ഗോപാലകൃഷ്ണൻ ഓട്ടോയിൽ വരുന്നത്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, ഇന്ന് വേലായുധൻ്റെ മകളുടെ കല്യാണമായിരുന്നു എന്ന്. തുടർന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നു, പഴയ കൂട്ടുകാരനല്ലേ, പിന്നെ വിളിച്ചിട്ട് പോകാതിരിക്കാൻ തോന്നിയില്ല, 2 കൂട്ടം പായസം ഉണ്ടായിരുന്നു, ഗംഭീര കല്യാണം എന്നൊക്കെ പിന്നെ പാചകക്കാരെ പേരൊക്കെ പറയുന്നുണ്ട്. അന്നേരം വിഷ്ണുവും പറയുന്നുണ്ട്, എന്നെ വിളിച്ചിരുന്നു, പോകാനായിട്ട് കഴിഞ്ഞില്ല എന്ന് പറയുകയാണ്. ഈ സമയത്ത് അകത്തുനിന്ന് ശങ്കരേട്ടനാണെങ്കിൽ കുറച്ച് കറി വേണം ശാരദാമ്മയെന്ന് വിളിക്കുകയാണ്. അന്നേരം വരുന്നു എന്നും പറഞ്ഞ് ശാരദാമ്മ അങ്ങോട്ടത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം ശാരിക അപ്പുറത്തെ വാതിൽ നിന്ന് ഇവർ പറയുന്നത് ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. പക്ഷെ ശരിയൊന്നും കേൾക്കുന്നില്ല, ശ്രദ്ധിച്ചിങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. അന്നേരം ചെന്നിട്ട് ശാരി ഇതെവിടെ പോയി എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ഇപ്പം വരാമെന്നും പറഞ്ഞ് അപ്പുറത്തേക്ക് പോയിന്ന് ശങ്കരേട്ടൻ പറയുന്നുണ്ട്. തുടർന്ന് കറി വിളമ്പിയിട്ട്
ശാരദാമ്മ ഇങ്ങനെ ഹോട്ടലിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അപ്പുറത്തെ വാല് ശരി നിൽക്കുന്ന കാണുകയാണ്. അന്നേരം ശരി ഇങ്ങനെ പരുങ്ങുന്നുണ്ട്. എന്നിട്ട് നിനക്ക് അപ്പുറത്ത് അകത്ത് ജോലിയൊന്നുമില്ലേ, പിന്നെ ആ കാശെങ്കിലും വാങ്ങി പെട്ടിയിടാൻ നോക്ക്, ഇനി ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറഞ്ഞ് ചെവിയും വട്ടം പിടിച്ച് വന്നോളും, അകത്ത് കയറിപ്പോയേന്നും പറഞ്ഞ് ശാരദാമ്മ വഴക്ക് പറയുകയാണ്. അതൊന്ന് ശരിയെ അകത്തോട്ട് കയറുമ്പോൾ അവിടെ ആരോ ചായ ചോദിക്കുന്നുണ്ട്. ചായ എടുക്കാൻ അങ്ങോട്ടത്തേക്ക് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിൽക്കുമ്പോഴും കറക്റ്റ് ഒരു മുറ്റത്തേക്ക് സംസാരിക്കുന്നത് കാണാം. എന്നിട്ട് ഇതേ സമയം വിഷ്ണു അവിടെ ഗോപാലകൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, പിന്നെ ആ ബോഡി കിട്ടിയില്ല, അച്ഛനെങ്ങാനും ആണോ അത് എടുത്തു മാറ്റിയാൻ ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണു നിനക്കെന്താ ഭ്രാന്തുണ്ടോ, അല്ലാതെ തന്നെ ഇത്രയും പ്രശ്നത്തിൽ നിൽക്കുകയാണ്, ഇനിയും ഞാനൊരു കുഴപ്പത്തിലേക്ക് ചാടുമെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണനും അല്ല അതവിടെ മാറ്റിയെന്നാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത്. പിന്നീട് ശാരദാമ്മയും കൂടി ചെന്ന് അവർ 3 പേരും കൂടി എന്തൊക്കെയോ സംസാരിക്കുമ്പോൾ ശാരിക ഇവിടെ നിന്ന് പറയുകയാണ്, ഇവർക്ക് 3 പേർക്ക് മാത്രമായിട്ട് അറിയാവുന്ന എന്തോ രഹസ്യമുണ്ട്, അത് 4മതൊരാൾ അറിയരുതെന്ന് ഇവർ കരുതുന്നുണ്ട്, എന്തായിരിക്കും അത് എന്നിങ്ങനെ ചിന്തിച്ച് ശാരികയും നിൽക്കുന്നുണ്ട്. ഇതേ സമയം അവിടെ സത്യഭാമ ശാലിനിക്ക് വേണ്ടി ബിരിയാണിയൊക്കെ ഉണ്ടാക്കുകയാണ്. മണമൊക്കെ കൊണ്ട് രാഘവൻ നായർ ചെല്ലുന്നുണ്ട്. ബിരിയാണിയുടെ മണം അടിക്കുന്നുണ്ടല്ലോ ഭാമയും പറഞ്ഞ് ചെല്ലുകയാണ്. അന്നേരം ഇത് നിങ്ങൾക്കാർക്കും അല്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം പിന്നെ നിനക്ക് കഴിക്കാനാണോ, ഇപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം ഉണ്ടാക്കുന്നു, എനിക്കാണെങ്കിൽ നേരെ ഒരു ചായ പോലും തിളപ്പിക്കാൻ അറിയില്ല എന്നും പറഞ്ഞ് രാഘവൻ നായർ പറയുകയാണ്. അന്നേരം ഇത് നമുക്കാർക്കും അല്ല, ഞാൻ എൻ്റെ മരുമകൾക്ക് അല്പം ബിരിയാണി ഉണ്ടായി കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു, അതാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ശാലിനിക്കൊന്ന് ചോദിക്കുകയാണ്. അന്നേരം കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറയുമ്പോൾ ശാലിനിക്കല്ലാതെ പിന്നെ ആർക്കാന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതെന്തായാലും നന്നായി എന്നും പറഞ്ഞ് രാഘവൻ നായർ അവിടെ കസേരയിലേക്ക് ഇരിക്കുകയാണ്. ഈ സമയത്ത് ശ്യാമ വരുന്നുണ്ട്. അന്നേരം ശ്യാമ പറയുകയാണ്, ഞാനും മരുമകൾ തന്നെയാണ്, ഇതേപോലെ ഒന്നും സത്യാമ്മ എനിക്കും ഒന്നും ഉണ്ടാക്കി തന്നിട്ടില്ല എന്ന് പറയുകയാണ്. അന്നേരം നീ ഇവിടെ വീട്ടിൽ നിൽക്കുകയല്ലേ, എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാമല്ലോ, അതുപോലെയാണോ ജോലിക്ക് പോകുന്നവർ, അതിൻ്റെ തഞ്ചത്തിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കണ്ടേ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശ്യാമയ്ക്ക് അകപ്പാടെ അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. അന്നേരം പിന്നെ ഇത് വേറൊന്നുമല്ല, സത്യാമ്മയാണെങ്കിൽ മൂത്ത മരുമകളെ പൊക്കി കാണിക്കുകയാണ് എൻ്റെ മുന്നിൽ എന്ന് പറയുന്നുണ്ട്. അന്നേരം നീ എൻ്റെ ഭർത്താവിന് ജോലിയില്ല, എനിക്കും ജോലിയില്ല, വല്ലവരുടെയും ചിലവിൽ കഴിയല്ലേ, അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. അന്നേരം രാഘവൻ ഭാമ ഇങ്ങനെ നോക്കുന്നുണ്ട്, വല്ലവരുടെയും ചിലവില്ല, നീ എന്തൊക്കെയാണ് പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത് വേറെ ആർക്കും അല്ലല്ലോ, നിൻ്റെ കൂടപ്പിറപ്പിനല്ലേ, നിൻ്റെ ചേച്ചിക്കല്ലേ എന്ന് പറയുന്നുണ്ട്. ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നവരല്ലേ നിങ്ങൾ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം രാഘവൻ പറയുന്നുണ്ട്, മതി നിർത്ത്, ഇതിപ്പോൾ ഇങ്ങനെ പോയാൽ എങ്ങും എത്തില്ല, നീ ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ പോയതല്ലേ, അതെന്തായാലും കൊണ്ടുവന്ന് കൊടുക്കാൻ നോക്ക്, വേറൊന്നും ആലോചിക്കണ്ട, ഒരാൾക്ക് എന്തെങ്കിലും കൊണ്ടു കൊടുക്കണമെന്ന് തോന്നിയാൽ അത് അപ്പോൾ തന്നെ ചെയ്യണം, അമാന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ്. അന്നേരം ഭാമ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ എന്താ കൊണ്ടുപോയി കൊടുക്കുന്നില്ലേ എന്ന് രാഘവൻ നായർ ചോദിക്കുകയാണ്. അന്നേരം ഉണ്ടാക്കിയപ്പോൾ കുറച്ചുകൂടി ഉണ്ടാക്കിയാൽ മതിയായിരുന്നു, ഇതിപ്പോൾ ശ്യാമയ്ക്ക് ഇതിൽ നിന്ന് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നിങ്ങനെ ഭാമ പറയുകയാണ്. അന്നേരം അയ്യോ സത്യാമ്മ എനിക്കൊന്നും വേണ്ട, ഞാൻ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്ക് ബിരിയാണി ഇന്നാനുള്ള കൊതിയൊന്നുമില്ല, ഇങ്ങനെ വെപ്പും ഒരുക്കമൊക്കെ കണ്ടപ്പോൾ ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല എന്ന് പറയുകയാണ്. അന്നേരമാണ് സത്യഭാമ പറയുന്നത്, വെറുതെ പറഞ്ഞു കൂട്ടണ്ട, നിങ്ങൾ ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നവരല്ലേ, അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവില്ല, വേറെ ആർക്കും അല്ലല്ലോ ഞാൻ കൊണ്ടുപോകുന്നത്, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ഒന്ന് ഊഹിച്ചെടുത്താൽ മതി, ആവശ്യം പോലെ സമയമുണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഭാമ ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടത്തേക്ക് പോവുകയാണ്. അന്നേരം രാഘവൻ നായരോടുത്ത് ശ്യാമ പറയുന്നുണ്ട്, സത്യമ്മ പറഞ്ഞത് കേട്ടില്ലേ, എനിക്ക് അസൂയും കുശുമ്പുമാണെന്ന് കുഞ്ഞേച്ചി കൊണ്ടുപോകുന്നതിൽ. രാഘവൻ നായർ ചോദിക്കുകയാണ്, അങ്ങനെ അവൾ പറഞ്ഞില്ലല്ലോ, ഊഹിച്ചെടുക്കാനല്ലേ പറഞ്ഞത്, ഇതിപ്പോൾ എല്ലാം പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ നീ തന്നെ, ഓരോന്നോരോന്ന് ഊഹിച്ചെടുത്തിട്ട് ചുമ്മാ നിന്നങ്ങ് തുള്ളുവാണ്, മനുഷ്യരുടെ മനസമാധാനം കളയാനായിട്ട് എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ ചിക്കൻ കുത്തിപ്പിടിച്ച് അങ്ങ് പോവുകയാണ്. അന്നേരം ശ്യാമയ്ക്ക് ആകപ്പാടെ ദേഷ്യമൊക്കെ വന്ന് നിന്നിട്ട് ആ ബിരിയാണിയൊക്കെ തുറന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. അതേസമയം രോഹിത് അവിടെ ആണെങ്കിൽ റൂമിൽ ഇങ്ങനെ ഫോണൊക്കെ നോക്കിയിരിക്കുമ്പോൾ ശ്യാമ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് ഫോൺ അങ്ങോട്ട് നീക്കി കട്ടിലേക്ക് എറിയുന്നുണ്ട്. പിന്നെ ഇവിടെ ഫോണും നോക്കി വല്ലവരും കൊണ്ടുവന്ന് ഭക്ഷണം കഴിച്ചിരുന്നാൽ പോരെ എന്ന് ചോദിക്കുകയാണ്. എന്നെ മറ്റുള്ളവരെ അപമാനിക്കുകയൊന്നും കാണുകയും കേൾക്കുകയും ഒന്നും ചെയ്യണ്ടല്ലോ എന്ന് പറയുകയാണ്. അതിനിപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് രോഹിത് ചോദിക്കുകയാണ്. പിന്നെ സത്യാമ്മയാണെങ്കിൽ മൂത്ത മരുമകൾക്ക് ബിരിയാണി ഉണ്ടായിക്കൊണ്ട് കളക്ട്രേറ്റിലേക്ക് പോയിരിക്കുകയാണ്. ഇതിപ്പോൾ ആരെ കാണിക്കാനാണ്, എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടോ, എനിക്കിപ്പോൾ അസൂയും കുശുമ്പൊക്കെ കൂടുതലാണല്ലോ, ഇത് ഇങ്ങനെ തുടർന്ന് പോകാനായിട്ട് സാധിക്കുകയില്ല, ഒന്നുകിൽ എനിക്കൊരു ജോലി വേണം അല്ലെങ്കിൽ രോഹിത്തിനൊരു ജോലി വേണമെന്ന് പറയുകയാണ്. അന്നേരം രണ്ടും ഇപ്പം നടക്കുന്ന കാര്യമല്ല, എൻ്റെ വിസ വരട്ടെ, അതുവരെ നീ ഒന്ന് സഹിക്കുമെന്ന് പറയുകയാണ്. അന്നേരം അതിനൊന്നും പറ്റില്ല, ഇവിടെ എങ്ങനെ മറ്റുള്ളവരുടെ ആട്ടും തുപ്പും സഹിച്ച് കഴിയാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. അന്നേരം രോഹിത് ചോദിക്കുന്നുണ്ട്, അവിടെ ചെന്നാലും നിൻ്റെ അവസ്ഥയല്ലേ എനിക്കുണ്ടാകാൻ പോകുന്നത്, നിൻ്റെ അമ്മ ഒന്നും പറയില്ലായിരിക്കും, പക്ഷെ നിൻ്റെ അച്ഛൻ പറയുന്ന മുതൽ ഞാൻ കേൾക്കണ്ടേ എന്ന് പറയുകയാണ്, അതുകൊണ്ട് നമ്മൾ ക്ഷമിച്ച് നിൽക്കണമെന്ന് പറയുകയാണ്. അതിനു മുന്നേ പറയുന്നുണ്ട്, താമസം മാറാനൊന്നും പറ്റില്ല, വാടകയ്ക്ക് പോവുകയാണെങ്കിൽ വാടക കാശ്
കൊടുക്കണ്ടേ, വീട്ടു സാധനങ്ങൾ മേടിക്കണ്ടേ, അതിന് കാശ് വേണ്ടേ ചോദിക്കുകയാണ്. അന്നേരമാണ് ശ്യാമ നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നത്. അന്നേരം ശ്യാമ ഒന്നും സമ്മതിക്കുന്നില്ല. ശ്യാമ പറയാണ്, രോഹിത്ത് വന്നാലും വന്നില്ലെങ്കിലും ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്, എനിക്കിപ്പോൾ ഇവിടെ നിന്ന് ഇതൊന്നും കാണാനൊന്നും വയ്യ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അൽമാരിയൊക്കെ തുറന്ന് തുണിയൊക്കെ എടുത്ത് കട്ടിലേക്ക് ഇടുകയാണ്. രോഹിത് എൻ്റെ കൂടെ വരുന്നോ എന്ന് ചോദിക്കുക. അന്നേരം ഞാൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ മോളെയും കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ കൊണ്ടുപോയിക്കോ, പക്ഷേ വിഷ്ണു ബ്രോയ്ക്കും ശാലിനിക്കും അവരുടെ കുഞ്ഞിനെ തിരികെ കൊണ്ടുവരാനായിട്ട് വലിയ താമസമൊന്നും വേണ്ട. നീ ആണെങ്കിൽ ജീവിതകാലം മുഴുവൻ ഹോട്ടൽ പണിയെടുത്ത് അവിടെ തന്നെ കഴിയേണ്ടി വരും. ഇവിടെ നിന്ന് പിന്നെ ഇവിടത്തേക്ക് ഒരു തിരിച്ചുവരവില്ല എന്ന് ഉദ്ദേശിച്ച് വേണം പോകാനായിട്ട്. പിന്നെ അങ്ങനെയൊക്കെ ഇറങ്ങി പോകാനായിട്ട് സാധിക്കും, നിർത്തിയൊക്കെ പോകാൻ സാധിക്കും. പക്ഷെ അത് പാങ്ങുള്ളവർ വേണം പോകാൻ, നമുക്കായിട്ട് അതിനൊരു പാങ്ങില്ല. ഇതിനെ ഇങ്ങനെയൊക്കെ എടുത്ത് ചടിയൊക്കെ ചിന്തിക്കണമെങ്കിൽ കയ്യിൽ തുട്ട് വേണം, തുട്ട്, അല്ലാതെ ഒരു രക്ഷയില്ല. അതുകൊണ്ട് നീ മര്യാദയ്ക്ക് ഇവിടെ ഞാൻ പറയുന്നത് വരെ ഇത്രയൊക്കെ ആയില്ലേ, ഇനി കുറച്ചുകൂടി ഒന്ന് ക്ഷമിച്ച് നിൽക്കി, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമയ്ക്ക് അത് മനസ്സിലാവുന്നുണ്ട്. ശ്യാമ അങ്ങ് അവിടെ പോയാലും ഇവിടേക്ക് പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല, കുട്ടി അവരിഞ്ഞ് കൊണ്ടുവരും. അപ്പോൾ അത് നടക്കില്ല എന്ന് മനസ്സിലാക്കി രോഹിത് അങ്ങ് ഫോൺ എടുത്തുകൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. വീണ്ടും ശ്യാമ വിഷമിച്ച് അവിടെ ഇരിക്കുകയാണ്. ഇതേ സമയം കളക്ടറേറ്റിലാണെങ്കിൽ ശാലിനിയെ കാണാനായിട്ട് കുറച്ച് സ്ത്രീ സംരക്ഷണ സമിതിയുടെ ആൾക്കാർ കാണാനായിട്ട് വന്നിട്ടുണ്ട്. അന്നേരം അനുപലവി ചോദിക്കുന്നുണ്ട്, അപ്പോയിൻമെൻ്റ് എടുത്താണ് ചോദിക്കുമ്പോൾ അതെ മാഡത്തിനെ ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫ്രീ ആണെങ്കിൽ ഇപ്പോൾ കാണാമെന്ന് പറഞ്ഞ് അവരെ ശാലിനിയുടെ ക്യാബിനിലേക്ക് അയക്കുന്നുണ്ട്. ഈ സമയത്താണ് സത്യഭാമയുടെ വണ്ടി വരുന്നത്. അന്നേരം രാമേട്ടൻ ഇങ്ങനെ അവിടെ നിൽക്കുന്ന പോലീസ് കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട്, അയ്യോ കളക്ടറുടെ വീട്ടിലെ വണ്ടിയാണല്ലോ, സത്യാമ്മയുടെ വണ്ടിയാണല്ലോ എന്ന് പറയുമ്പോൾ പോലീസുകാരൻ ഓടിപ്പോയി സത്യാമ്മയ്ക്ക് ഡോറൊക്കെ തുറന്ന് കൊടുക്കുന്നുണ്ട്. അന്നേരം എന്താ സത്യാമ്മ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ സഹായിക്കണമെന്ന് ചോദിക്കുകയാണ്. അന്നേരം വേണ്ട ഞാൻ പിടിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അന്നേരം എനിക്ക് മോളെ എന്ന് പറയുമ്പോൾ അല്ല ശാലിനി ഒന്ന് കാണണമായിരുന്നു എന്ന് പറയുമ്പോൾ അതിനെന്താ ഞാൻ കൊണ്ടുപോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് രാമേട്ടൻ ശാലിനിയെ സത്യഭാമയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് വരികയാണ്. ഈ സമയത്ത് അവിടെ ശാലിനിയുടെ ചേംബറിൽ ഈ സ്ത്രീകളെല്ലാം ഇരിക്കുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, ഒരു 10 തയ്യൽ മെഷീൻ്റെ ഫണ്ട് ഞാൻ ഇവിടെ നിന്ന് അനുവദിച്ച് തരാം, നിങ്ങളെപ്പോലുള്ളവർ സ്വയപ്രയത്നം കൊണ്ട് ഇങ്ങനെ സ്വയം വരുമാനമാർഗം ഉണ്ടാക്കുന്നത് നല്ലത് തന്നെയാണ്. വീട്ടിലെ ചിലവ് ഭർത്താവിൽ നിന്ന് മാത്രമാകുമ്പോൾ അവിടെ പിന്നെ തികയാതെയൊക്കെ വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളും വാക്കുതർക്കവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കൂടി ഒരു ജോലി ഉണ്ടെങ്കിൽ അതുകൂടി നല്ലതാണ് എന്നൊക്കെ ഇങ്ങനെ അവർ തങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ എല്ലാം ശരി തലകുലുക്കുകയാണ്. തുടർന്ന് അവരിൽ ഒരാൾ പറയുന്നുണ്ട്, സ്വപ്രയത്നം കൊണ്ട് ജീവിത വിജയം കൈവരിച്ച മാഡത്തിനാണ് ഇത്തവണ ഞങ്ങളൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കവർ ഇങ്ങനെ എടുത്ത് ശാലിനിക്ക് നേരെ നീട്ടുകയാണ്. അന്നേരം ശാലിനി അത് വാങ്ങാനായിട്ട് അങ്ങോട്ട് എഴുന്നേൽക്കുമ്പോൾ അനുപല്ലവി വരുന്നുണ്ട്. അന്നേരം എന്താ അർജൻറ്റ് കോൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അതൊന്നുമില്ല, സത്യമ്മ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയുകയാണ്. അന്നേരം സത്യമ്മ വരാൻ പറയുമെന്ന് ഇങ്ങനെ ശാലിനി പറയുകയാണ്. അന്നേരം ഡോറ് തുറന്ന് സത്യഭാമ വരുന്നുണ്ട്. അന്നേരം ഇതെന്താ സത്യമ്മ ക്യാരിയറൊക്കെ ആയിട്ട് എന്നിങ്ങനെ ശാലിനി ചോദിക്കുകയാണ്. അന്നേരം ഞാൻ കുറച്ച് ബിരിയാണി കൊണ്ടുവന്നതാണ് മോൾക്ക് മാത്രമല്ല മോളുടെ കൂടെ ഉള്ളവർക്കും ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ സ്നേഹത്തോടെ ഭാമയെ നോക്കുന്നുണ്ട്. ഭാമ അതേപോലെ നോക്കി നിൽക്കുകയാണ്. മറ്റുള്ളവരും അവിടെ നിൽക്കുന്നുണ്ട്. ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഇനി അവർ ഒരു സമ്മാനം ഇനി സത്യഭാമയ്ക്ക് ഇനി ശാലിനി അവരെ ഇന്ന് വാങ്ങിച്ചു കൊടുക്കുമോ അതേ ശാലിനി തന്നെ വാങ്ങിക്കുമോ എന്താണെന്നുള്ളത് അറിയില്ല. പിന്നെ എപ്പിസോഡിൽ നേരത്തെ കാണിച്ചതുപോലെ വിഷ്ണു പറഞ്ഞല്ലോ ഞങ്ങളെപ്പോലെ എല്ലാം അറിയാവുന്ന ഒരാൾ കൂടി ഉണ്ടെന്ന്. അതായിരിക്കും ഒരുപക്ഷെ ഈ ശിവൻ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തിൻ്റെ എൻട്രി കാണിക്കുന്നത്. ശിവനായിരിക്കും ഗോപാലകൃഷ്ണന് വേണ്ടി ഇതൊക്കെ ചെയ്തതോ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് അടുത്തടുത്ത എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.